സാലി ഏതായാലും മാപ്പപേക്ഷ സ്വീകരിച്ചുകൊണ്ട് കോടതിയുടെ യുദ്ധപ്രഖ്യാപനമാണ് നടത്തിയതെങ്കിലും മാപ്പപേക്ഷ സ്വീകരിക്കുന്നു എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. തീർച്ചയായും ഈ രണ്ടാമത് ഉയർന്നു വന്നിരിക്കുന്ന തർക്കങ്ങൾ അവസാനിക്കുകയാണ്, കേസുകൾ അവസാനിക്കുകയാണ്. കോടതിയെ അപമാനിച്ചു എന്ന തരത്തിൽ കോടതി ഇന്ന് രാവിലെ എടുത്ത സുമോട്ടോ എടുത്ത കേസ് നടപടികളും കോടതി അവസാനിപ്പിക്കുകയാണ്. അതായത് ഇയാൾ കൊടുത്ത മാപ്പപേക്ഷ കോടതി സ്വീകരിച്ച് സ്വമേധയാ എടുത്ത കേസ് തീർപ്പാക്കി എന്നുള്ളതാണ്. ഇനി ഇത്തരം സംഭാഷണങ്ങളോ ഒന്നും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. തനിക്കൊരു അബദ്ധം പറ്റിയതാണ്, മാപ്പാക്കണം എന്ന് വളരെ താഴ്ന്ന് ബോബി ചെമ്മണ്ണൂർ കോടതിയോട് അപേക്ഷിച്ചു. അതുകൊണ്ട് തന്നെ മാപ്പ് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ബോബി ചെമ്മണ്ണൂര് ബോധ്യപ്പെട്ട ഒരു കാര്യം, രാജ്യത്ത് നീതിന്യായ നിയമവ്യവസ്ഥകളാണ്, കോടതിയാണ് ഏറ്റവും വലുത് എന്ന് ബോബി ചെമ്മണ്ണൂരിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ നിരുപാധികം മാപ്പ് അപേക്ഷിച്ചു. ആ മാപ്പ് കോടതി സ്വീകരിച്ചിരിക്കുന്നു. സ്വമേധയാ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടാമതെടുത്ത കേസ്, ആദ്യത്തെ കേസല്ല, ഈ ഇറങ്ങാൻ താമസിച്ചുമായി ബന്ധപ്പെട്ട് കോടതി അപമാനിക്കാൻ നടത്തിയ ശ്രമവുമായി ബന്ധപ്പെട്ട് എടുത്ത നടപടികൾ അതെല്ലാം അവസാനിപ്പിച്ചു. കേസ് തീർപ്പാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കോടതി. ഏതായാലും വലിയ താക്കീതാണ് കോടതി ഇത്തരക്കാർക്ക് നൽകിയിരിക്കുന്നത്. ഒരു കാരണവശാലും ഇത്തരം നിയമ സംവിധാനങ്ങളെ, നീതിന്യായ സംവിധാനങ്ങളെ പരസ്യമായി വെല്ലുവിളിക്കാൻ അനുവദിക്കില്ല. അത് എന്തിന്റെ പേരിലായാലും, പണത്തിന്റെ ഹുങ്കിന്റെ പേരിലായാലും, ആൾക്കൂട്ടത്തിന്റെ ഹുങ്കിന്റെ പേരിലാണെങ്കിലും നിയമവ്യവസ്ഥയെ മാനിച്ചേ പറ്റൂ. അതിന്റെ മുകളിൽ ആരുമില്ല എന്ന് കോടതി ഓർമ്മിപ്പിക്കുകയാണ്. കോടതി ഇന്ന് രാവിലെ അത് പറയുകയും ചെയ്തിരുന്നു. പണത്തിന്റെ പേരിൽ തനിക്ക് എന്തുമാകാം എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാനാവില്ല എന്ന് തന്നെ കോടതി പറയുകയും ചെയ്തതാണ്. അത് ഇപ്പോ ബോബി ചെമ്മണ്ണൂരിനും ബോധ്യപ്പെട്ടിരിക്കുന്നു. തനിക്ക് അബദ്ധം പറ്റിയതാണ്. ഇനി ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പോലുള്ള പ്രയോഗങ്ങൾ ഉണ്ടാവില്ല. കോടതിയെ അപമാനിക്കാൻ ഒരു തരത്തിലും താൻ ഉദ്ദേശിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഇന്നലെ വൈകാൻ കാരണം ആ ഉത്തരവ് കോടതി ജയിലിലെത്താൻ വൈകിയതാണ്. അതിന് കാരണം ആ പ്രദേശത്തെ ട്രാഫിക് ബ്ലോക്ക്, ഗതാഗത കുരുക്ക് കാരണം പേപ്പർ എത്തിയില്ല എന്നൊക്കെയാണ് വിശദീകരണങ്ങൾ. പക്ഷെ അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടത് അങ്ങനെയല്ല പറഞ്ഞത്. പക്ഷെ ഇതൊക്കെ എന്നാണേലും കോടതി ഇത് അംഗീകരിച്ചു, മാപ്പപേക്ഷ സ്വീകരിച്ചു. ഇനി കോടതി ആയിട്ട് പ്രശ്നങ്ങളില്ല, അതുകൊണ്ട് അവസാനിപ്പിക്കുന്നു എന്നാണ് കോടതി പറഞ്ഞത്.